നിങ്ങളായിരുന്നു? നിങ്ങൾ എന്താ വന്നേ? നീയൊക്കെ ഇതിനകത്ത് ആഘോഷിക്കല്ലേ? നിനക്കങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങൾ എന്താ പറയാനാ? ഞങ്ങളിലെ ഒന്നിനെ നീയൊക്കെ ചേർന്ന് കെടുത്തിയല്ലേടി? ഞങ്ങളോ? ഒളിച്ചിരുന്ന ആളെ അടിച്ചു വീഴ്ത്താൻ നിങ്ങൾ മിടുക്കികളാണല്ലോ. ദേ, നിങ്ങൾ അനാവശ്യം പറയരുത്. മൃദുല അടിച്ചു വീഴ്ത്തിയത് ഞങ്ങളാണെന്ന് അവള് പറഞ്ഞോ? സംസാരിക്കാൻ പറ്റാതെ കിടക്കുന്ന അവൾ എങ്ങനെ പറയാനാ? അവളെ അടിച്ചിട്ട് നമ്മളാന്നേ ഇവര് തീരുമാനിച്ചായിരിക്കും. നീയൊക്കെ ചെയ്തിട്ടേ ഞങ്ങളുടെ മുന്നിൽ പൊട്ടം കളിക്കല്ലേ? മൃദുലയെ അടിച്ചു വീഴ്ത്തിയത് ഞങ്ങളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലേ നിങ്ങളത് തെളിയിക്ക്. ആരോപണം പ്രൂവ് ചെയ്യേണ്ടതേ അത് ഉന്നയിക്കുന്നവരുടെ ബാധ്യതയാ. ഇത് ആരോപണമല്ല, നിങ്ങൾ ചെയ്ത കാര്യമാ പറയുന്നത്. മൃദുലയെ നിങ്ങളല്ലാതെ വേറെ ആരും അറ്റാക്ക് ചെയ്യില്ല. ദേ, ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നടന്നൊരു സംഭവത്തിൽ ഞങ്ങളെ വെറുതെ സംശയിക്കരുത്. നിന്നെയൊന്നും ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ചെയ്തത് നിങ്ങളാണെന്ന് കൺഫേമാ. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ചെയ്തേ? ഞങ്ങളിവിടെ വന്നപ്പോ മുതലേ ഈ ഹോസ്റ്റലിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഗോസ്റ്റ് ആയിരിക്കും മൃദുല അടിച്ചിട്ടത്. ഇവിടെയുള്ള പിള്ളേരും അങ്ങനെ പറയുന്നുണ്ട്. നീ വിഷയം മാറ്റല്ലേ? നിങ്ങൾ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന എന്തിനാ? മൃദുല ഇങ്ങോട്ട് വരുന്ന കണ്ടിട്ടല്ലേ നിങ്ങൾ തിരികെ വന്നത്? എന്നിട്ട് അവളെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. ദേ ഞങ്ങളുടെ റൂമിൽ വന്ന് വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമല്ലടി, ശപഥമാ. 3 റോസസിൽ ഒന്നിനെ വളഞ്ഞിട്ട് ആക്രമിച്ച നിങ്ങൾക്ക് ഞങ്ങൾ അതേ നാണയത്തിന് മറുപടി തരും. നിങ്ങളിൽ ഒന്നിനെ ഞങ്ങൾ കിടത്തും. 24 മണിക്കൂറിനകം നിങ്ങക്ക് ഞങ്ങൾ തിരിച്ചടി തന്നിരിക്കും. നീ ഞങ്ങളെ ഞൊട്ടും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണത്തിനെ നീ തൊട്ട് നോക്കടി. ഞങ്ങളുടെ റിയൽ ഫേസേ അപ്പ നീയൊക്കെ കാണും. എന്നാ അത് ഇപ്പൊ കാണിക്കടി. നീ ആരാടി? നിന്റെയൊക്കെ കൈയും കാലും തല്ലി ഓടിക്കും. തല്ലി ഓടിക്കാനേ നീ വടിയെടുത്തോണ്ട് വാടി. എന്റെ കർത്താവേ, ഇവിടെ എന്താ നടക്കണേ? 5 സുന്ദരങ്ങളും 3 റോസ് തമ്മിൽ അടിയോ? ഇവിടെ എങ്ങനെ അടികൂടാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് പോയേ? ഇവര് തല്ലുണ്ടാക്കാനായിട്ട് വന്നതാ. ഞങ്ങളിൽ ഒരുത്തിയെ തല്ലി ഒതുക്കിട്ട് നീ ഒന്ന് ഞെളിഞ്ഞ് നടക്കാന്ന് കരുതണ്ടടി. തല്ലാൻ നീ ഇങ്ങോട്ട് വാടി, കാണിച്ചു തരാം. നിർത്താൻ. ഇവിടെ എന്താ നടക്കുന്നേ? കോളേജ് വിട്ട് വന്ന് തമ്മി തല്ല് തുടങ്ങിയ ഇതെവിടെ ചെന്ന് നിൽക്കും? ഞങ്ങൾ ഇവരോട് വഴക്കിന് പോയിട്ടില്ല മാം. ഞങ്ങളുടെ റൂമിലേക്ക് ഇവരാ വന്നത്. അലീനയ്ക്ക് എന്താ പ്രശ്നം? ഈ കുട്ടികളുടെ റൂമിൽ ചെന്ന് കയറി വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിനെ പട്ടാപ്പകല് ഈ ഹോസ്റ്റലിൽ അടിച്ചിട്ടു. അതാരാണെന്ന് മാം അന്വേഷിച്ചോ? മാം അന്വേഷിക്കില്ല. അന്വേഷണം ചെന്ന് എത്തുന്നത് മാമിന്റെ പെറ്റായ 5 സുന്ദരികളിലായിരിക്കില്ലേ? മാഡം, മൃദുല അടിച്ചിട്ടത് ഞങ്ങളാണെന്നാ ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ചെയ്ത കാര്യം ഒളിച്ചു വെക്കില്ല. ഞങ്ങളത് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. ചെയ്യാത്ത കുറ്റി ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ച ആ ഭാരം ഞങ്ങൾ താങ്ങില്ല മാം. ഞങ്ങൾ പ്രതികരിക്കും. ആ സ്വാഭാവികമായ പ്രതികരണം മാത്രമേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. പ്രതികരിക്കാൻ ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല. തുടങ്ങിയാലേ നീ ഒന്നും താങ്ങില്ല. എന്നാ നീ പ്രതികരിച്ച് കാണിക്കടി. ഞങ്ങളും തുടങ്ങിയിട്ടില്ല. തുടങ്ങാനായിട്ട് ഞങ്ങളെയും പ്രേരിപ്പിക്കരുത്. എന്നാ നീ തുടങ്ങടി. പുറത്തേക്ക് വാ, കാണിച്ചു തരാം. പുറത്തേക്ക് വന്നാ നീ ഞൊട്ടും. ഓടി അവിടുന്ന്. സ്റ്റോപ്പ്. പ്രശ്നം ഒത്തു തീർപ്പാക്കാൻ വിളിച്ചെടുത്ത് നിന്നും നിങ്ങൾ വീണ്ടും വഴക്കിടുകയാണോ? നിങ്ങൾക്ക് ചേരി തിരിഞ്ഞ് അടി നടത്താൻ ഇത് തെരുവല്ല. അച്ചടക്കത്തോടെയും ചിട്ടയോടെയും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. ഓ, ഇവിടുത്തെ ചിട്ടയും അച്ചടക്കവും പുറത്തു വരാതിരിക്കുന്നതാ നല്ലത്. അലീന, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പതിയെ പറയാതെ ഉറക്കെ പറ. മൃദുല ഇവിടെ വെച്ച് വീണ് ഹോസ്പിറ്റലായി എന്നുള്ളത് സത്യം. ആ പ്രശ്നത്തിൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്.
മൃദുല വീണതാണെന്ന് മാം തീരുമാനിച്ചോ? അവളെ ആരോ അടിച്ചിട്ടതാ. ആരാ അടിച്ചിട്ടത്? അതും കൂടി നിങ്ങൾ പറയൂ. ഇവരാണത് ചെയ്തത്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. തെളിവെന്താ? ഇവരാണ് അത് ചെയ്തതെങ്കിൽ അതിന് തെളിവും കൂടി താ. സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഇല്ലാതിരുന്ന ഇവരെ ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. ഓ, അപ്പൊ മാമും കൂടെ അറിഞ്ഞോണ്ടാണോ ഇതെല്ലാം നടന്നത്? നീ നിനക്കിഷ്ടമുള്ളതുപോലെ ചിന്തിക്ക്. ഞാൻ എനിക്ക് ബോധ്യമുള്ള കാര്യം പറയുന്നത്. ഇവര് കോളേജിൽ പോകാതെ തിരികെ വന്ന മൃദുല അറ്റാക്ക് ചെയ്തത്. മാം, ഇവര് പച്ചക്കള്ളോ ഈ പറയുന്നത്. ഏയ്, നിങ്ങളൊന്നും സംസാരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്.